അവധി ദിവസങ്ങളിലൊക്കെ ഫാമിലിയൊക്കെ ഒരുമിച്ചിരുന്ന് ഉച്ചയ്ക്ക് ഇലയിട്ട് മീൻകറി മീൻ വറുത്തതും ബീഫ് ഫ്രൈ ഒക്കെ കൂട്ടി ഊണ് കഴിക്കാൻ നല്ലൊരു ഫീല് തന്നെയാണ്. തലേദിവസം രാത്രിയാണ് മീൻകറിയും ബീഫ് ഫ്രൈയും ഉണ്ടാക്കാന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൂട്ടുകാരനാണ് പറഞ്ഞത് മാതാ ഫ്രഷിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ഫിഷും ബീഫൊക്കെ നമ്മുടെ വീട്ടിലെത്തുമെന്ന്. അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്പാണ്. അതുപോലെ തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് ഡെലിവറി ചെയ്യും. 7 ടൈം സ്ലോട്ട്സ് ആണ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ രാത്രി ഓർഡർ ചെയ്ത് പിറ്റേ ദിവസം രാവിലത്തെ സ്ലോട്ടാണ് സെലക്ട് ചെയ്തത്. ഓർഡർ ചെയ്ത പോലെ തന്നെ രാവിലെ തന്നെ ഐറ്റം വീട്ടിലെത്തി. നല്ല വാക്വം പാക്ക് ചെയ്തുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് ഒക്കെ നല്ല ഫ്രഷ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷം നല്ലോണം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് തരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫും ഫിഷൊക്കെ ഫ്രഷ് ആയിട്ടിരിക്കും. അധികം ക്ലീൻ ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. അങ്ങനെ ഞാൻ നിർവാണയ്ക്കുള്ള പ്രിപ്പറേഷനും ബീഫ് ഫ്രൈക്കുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങി. നല്ല വരട്ടിയെടുത്ത ബീഫ് ഫ്രൈയും പിന്നെ ആവോലി വറുത്തതും അതുപോലെ തന്നെ ഫിഷ് നിർവാണയൊക്കെ റെഡിയാക്കി. നല്ല വലുപ്പമുള്ള ആവോലി ആയതുകൊണ്ട് തന്നെ ആ നിർവാണ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. ഫ്രഷ് ഫിഷ് ആയതുകൊണ്ട് തന്നെ ആ ഫിഷിൻ്റെ ടേസ്റ്റും അടിപൊളിയായിരുന്നു. ആ മീൻകറിയുടെ ഗ്രേവിയും ആ മീറ്റും കൂടി മിക്സ് ചെയ്ത് ഊണ് കഴിക്കാൻ അടിപൊളി തന്നെയായിരുന്നു. അതുപോലെ തന്നെ നല്ല മസാലയിൽ വറുത്തെടുത്ത ആ ആവോലി ഫ്രൈയും പിന്നെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വരട്ടിയെടുത്ത ബീഫ് ഫ്രൈയും കൂട്ടി ഊണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഫാറ്റ്ലെസ് ആയിട്ടുള്ള ബീഫാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഈ ഈസ്റ്ററിന് നിങ്ങൾ തീർച്ചയായിട്ടും മാതാ ഫ്രഷിൻ്റെ ഐറ്റംസ് ഓർഡർ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കും.